നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ കുരുക്ക് മുറുകുകയാണ്. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 11 അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ അറസ്റ്റ് ആകട്ടെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റേത്. നവംബർ 1-നാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. നവംബർ 6-ന് മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെയും അറസ്റ്റ് ചെയ്തു. കേസിലെ 7-ാം പ്രതിയാണ് ബൈജു. നവംബർ 11-നാണ് കേസിലെ 3-ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം മുൻ കമ്മീഷണറുമായ N വാസവിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് നവംബർ 20-ന് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തി. 17 ഡിസംബറിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡിസംബർ 19-ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും അറസ്റ്റിലായി. ഡിസംബർ 19-ന് തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഡിസംബർ 29-ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജനുവരി 9-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും ഉണ്ടായി. സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ പൂജയ്ക്ക് വെച്ച ബംഗളൂരുവിലെ വിവിധ ക്ഷേത്രങ്ങളുമായുള്ള ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ ബന്ധം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് നിർണായകമായി മാറിയിരിക്കുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിർമ്മിച്ച ഈ പാളികൾ പൂജിച്ച ബംഗളൂരുവിലെ ക്ഷേത്രത്തിലും കണ്ഠരര് രാജീവർ തന്നെയായിരുന്നു തന്ത്രി. മറ്റു ക്ഷേത്രങ്ങളിൽ ശബരിമലയിലെ പാളികൾ പൂജയ്ക്ക് വെക്കുന്നത് ശരിയല്ല. സ്വന്തം താന്ത്രികാവകാശമുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ഇത് കൊണ്ടുവന്നത് തന്ത്രി അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് നിർണായകമാകുന്നതും. ശബരിമലയിലെ പരമാധികാര പദവി ദുരുപയോഗം ചെയ്തു നടന്ന വലിയ ക്രമക്കേടുകളിലേക്കാണ് ഈ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത്. നട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അവസാന വാക്കാകേണ്ടത് തന്ത്രി. ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ കടത്തിയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന SIT റിപ്പോർട്ട്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ കടത്തിയ സമയത്ത് രാജീവരായിരുന്നു ശബരിമല തന്ത്രി. ശ്രീകോവിലിൽ വാതിലിലെ ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ ആവശ്യമായ താന്ത്രിക നടപടികൾ പാലിച്ചില്ലെന്നും ആചാരലംഘനം ബോർഡിനെ അറിയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. 1903 മുതൽ ശബരിമലയുടെ താന്ത്രിക അവകാശം കൈവശം വെച്ചിരിക്കുന്ന താഴ്മൺ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ലഭിച്ച വിശ്വാസ്യത തട്ടിപ്പിനായി ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ പാടില്ലെന്ന നിയമം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ലംഘിക്കപ്പെട്ടു. ചെന്നൈയിലെ സ്വർണം പൂശിയ ശേഷം ഈ പാളികൾ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെച്ചപ്പോഴും രാജീവർ അവിടെ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനായതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും തന്ത്രിക്കെതിരെ നിലനിൽക്കും. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരെ SIT ചോദ്യം ചെയ്തിരുന്നു. വിജയമല്യ സന്നിധാനം സ്വർണം പൊതിഞ്ഞ കാലം മുതലുള്ള ഇടപാടുകളിൽ തന്ത്രിയുടെ പങ്കും അന്വേഷണ പരിധിയിലുണ്ട്. പരികർമ്മികളെ നിശ്ചയിക്കുന്നതിലും തന്ത്രി അറിഞ്ഞാവണം. മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും വെക്കുന്ന പരികർമ്മികളിൽ തന്ത്രിയുടെ ആളുകൾ സ്ഥിരമാണ്. സാധാരണ പരികർമ്മികളുടെ കാലയളവ് 1 വർഷമാണെങ്കിൽ തന്ത്രിയുടെ ആളിന് മാറ്റമുണ്ടാകാറില്ല. 10-ലധികം പേർ ഇങ്ങനെ സ്ഥിരമായി ഇവിടെ ഉണ്ടാകും. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരിലും തന്ത്രിക്ക് റോളുണ്ട്. 1903-ലാണ് താഴ്മൺ കുടുംബം ശബരിമലയുടെ താന്ത്രിക പദവികളിലേക്ക് വരുന്നത്. കുടുംബാംഗങ്ങൾ പിന്നീട് പരമാധികാരം വിധിച്ചെടുത്തു. ദേവസ്വം ബോർഡ് മാനുവൽ അനുസരിച്ച് ദേവസ്വം സെക്രട്ടറിയുടെ കീഴിലാണ് തന്ത്രി. എന്നാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന വിശ്വാസം ചിലർ അനുഗ്രഹമാക്കി മാറ്റിയതാണ് തട്ടിപ്പിനും വെട്ടിപ്പിനും കളമൊരുക്കിയത്. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള കണ്ഠരര് രാജീവർ 1998 മുതൽ 99-ൽ വിജയമല്യ ക്ഷേത്രം സ്വർണം പൊതിഞ്ഞപ്പോഴും 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ മോഷ്ടിച്ചപ്പോഴും
ശബരിമല തന്ത്രിയായിരുന്നു എന്ന് SIT കൊല്ലം വിജിലൻസ് കോടതി നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയാണെന്നും ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി സ്വർണ്ണക്കൊള്ളയിൽ കൊള്ളക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്